കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ അവാച്യമായ നെടുവീർപ്പുകൾ പോലും ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന, പ്രാർത്ഥനയാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവ് സകല നന്മകളും കൊണ്ട് നമ്മെ ഇന്ന് അനുഗ്രഹിക്കും. പുതിയ പ്രതീക്ഷകളോടെ, വിശ്വാസത്തോടെ നമുക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വരാം. അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്ന ആരെയും ദൈവമായ കർത്താവ് ഉപേക്ഷിക്കുന്നില്ല. കർത്താവ് ചോദിക്കുന്നു, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? സ്നേഹമുള്ളവരെ, നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ദൈവത്തോട് പങ്കുവെക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കും. ദൈവത്തോടുള്ള നമ്മുടെ സമർപ്പണത്തിലും സ്തുതി ആരാധനയിലും ദൈവം സംപ്രീതനാകും. സ്നേഹമുള്ളവരെ, പ്രതിസന്ധികളുടെ നടുവിൽ നമ്മെ ഉപേക്ഷിച്ച് കടന്നു പോകുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. പിന്നെയോ ആ പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മോടൊപ്പം നിന്ന് നമ്മെ സഹായിക്കുന്ന ശക്തനായ ദൈവമാണ്. മരുഭൂമിയിലും നീരുറവ സൃഷ്ടിക്കുവാൻ കഴിവുള്ള ദൈവം, കൈപ്പേറിയ ജലത്തെ മധുരമുള്ളതാക്കി തീർത്ത ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ചെങ്കടലിലും മരുഭൂമിയിലും ശക്തി പ്രകടിപ്പിച്ച ദൈവം പറയുന്നു, ഞാൻ സകലമർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവായ യേശുവിൻ്റെ തിരുമുമ്പിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും കടന്നു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. ആമേൻ, ആമേൻ. നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും സകലതും കർത്താവായ യേശുവിന്റെ തിരുമുമ്പിൽ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ നിന്ന് നാം വിചാരിക്കുന്നതിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരും. നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. അവിടുത്തെ ഈ നിമിഷം മഹത്വപ്പെടുത്താം. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ബുദ്ധിക്കതീതമം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമാകുന്ന സകല സാത്താന്യ ശക്തികളെയും കർത്താവായ യേശുവിന്റെ വചനത്താൽ ഈ നിമിഷം നമുക്ക് ഇല്ലാതാക്കുവാൻ സാധിക്കും. നമുക്ക് വിശ്വാസത്തോടുകൂടി നമ്മുടെ പ്രതികൂലങ്ങളെ യേശുവിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അതിന്മേൽ ഇടപെടട്ടെ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു.
ഹല്ലേലൂയ. ബുദ്ധിക്കതീതമം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. ആമേൻ, ആമേൻ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ആമേൻ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമം അത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമം അത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. നമ്മുടെ അസാധ്യങ്ങളെ ദൈവത്തിന് മുന്നിൽ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നേശുവൻ സകലതും സാധ്യമാക്കുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സാധ്യമേ, എല്ലാം യേശുവിന്റെ സന്നിധിയിൽ ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം. യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം കർത്താവായ യേശു ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന സകല മേഖലകളിലും അവിടുത്തെ ശക്തി അയച്ച് സകലതും സാധ്യമാക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.